നീതിന്യായ വ്യവസ്ഥയെ ദുർബലമാക്കാൻ ശ്രമം നടക്കുകയാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് വിരമിച്ച ജഡ്ജിമാരുടെ തുറന്ന കത്ത്. വ്യാജ വിവരങ്ങൾ, സമ്മർദ്ദം, പരിഹാസം എന്നിവയിലൂടെ നീതിന്യായ വ്യവസ്ഥയെ താഴ്ത്തിക്കെട്ടാനാണ് ചിലരുടെ നിരന്തര പരിശ്രമം എന്ന കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. വിരമിച്ച 21 ജഡ്ജിമാരാണ് കത്തെഴുതിയത്. ജുഡീഷ്യറിക്കെതിരെ നിരന്തരം വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നു. ജുഡീഷ്യറിയെ സമ്മർദ്ദത്തിലാഴ്ത്താനും ശ്രമിക്കുന്നു. പരിഹാസങ്ങളിലൂടെയും മറ്റും പൊതുസമൂഹത്തിനു മുന്നിൽ ജുഡീഷ്യറിയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമം. നീതിന്യായ വ്യവസ്ഥയുടെ സ്വതന്ത്രത, വിശ്വാസ്യത എന്നിവ തകർക്കാൻ ശ്രമിക്കുന്നു. ഇതിനായി നിരന്തര പരിശ്രമമാണ് പലയിടങ്ങളിൽ നിന്നും ഉയരുന്നത് എന്നെല്ലാമാണ് തുറന്ന കത്തിലൂടെ വിരമിച്ച ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസിനെ അറിയിച്ചത്. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ ചില അജണ്ട നടപ്പാക്കുന്നു. ജഡ്ജിമാരുടെ വിശ്വാസ്യതയെയും ചോദ്യം ചെയ്യുന്നു. ഇടുങ്ങിയ രാഷ്ട്രീയ താൽപര്യവും വ്യക്തിഗത നേട്ടങ്ങളുമാണ് ഇത്തരം ശ്രമങ്ങൾക്ക് പിന്നിൽ. കോടതികളുടെ സുതാര്യതയെയാണ് ഇതുവഴി ചോദ്യം ചെയ്യുന്നതെന്നുമാണ് തുറന്ന കത്തിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ബോണ്ട് ഉൾപ്പെടെയുള്ള വിധികൾക്ക് പിന്നാലെ പ്രതിപക്ഷം BJPക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെ പ്രതിപക്ഷം ആരോപണ ശരങ്ങളുമായും രംഗത്തെത്തി. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ വിവിധ അന്വേഷണ ഏജൻസികൾ നടപടി തുടരുന്നതിനിടെയാണ് വിരമിച്ച ജഡ്ജിമാരുടെ കത്ത്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.